അങ്ങേക്ക് നമസ്കാരം. സുഖം തന്നെയല്ലേ? സുഖം തന്നെ മോനെ. എന്ത് തന്നെ ആയാലും മഞ്ഞുകാലത്തിനൊരു പ്രത്യേക സുഖമാ അല്ലേ? അതെ അതെ, മഞ്ഞും ചൂടും കുറച്ച് നന്നായിട്ട് അനുഭവിക്കാമെന്ന് കരുതി. അനുഭവിക്കാന്ന് പറഞ്ഞ? അല്ല, അങ്ങയുടെ മകളെ കൂട്ടിക്കൊണ്ട് ഇവിടേക്കൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് കരുതി. ഈ തണുപ്പത്തവളെ എന്ത് ഇപ്പം കാലാവസ്ഥ അനുകൂലമല്ലേ? കുട്ടിക്കാലത്ത് നീ കൊണ്ടുപോയിട്ടുള്ളതാ എന്ന് പറഞ്ഞ് ഇപ്പൊ കൊണ്ടുപോകാനോ? മല്ലി വരുന്നോ? താഴ്വാരം വരെ പോയിട്ട് വരാം നമുക്ക്. അകത്തേക്ക് പോ, പടി കിടക്കരുത്. ഓ മറുതീര, നീ പോവാൻ നോക്ക്. വെറുതെ സമയങ്ങളെ നോക്കണ്ട. എന്റെ മകള് ഞാൻ പറയാതെ ഈ പടി കിടന്ന് നിന്റെ കൂടെ വരുമെന്ന് കരുതണ്ട. ഓ എന്താടി ഇത്? അച്ഛന്റെ വാക്ക് നീ അനുസരിക്കില്ല അല്ലേ? ഞാൻ എപ്പോഴും അച്ഛനെ അനുസരിക്കാതിരുന്നത്? അതുകൊണ്ടല്ലേ മുന്നിൽ കൂടെ വരാതെ പുറകിൽ കൂടെ വന്നത്. ഞാൻ പോയിട്ട് വരാവേ. ഏയ് പവിഴം, ഞാനാണ് പവിഴമല്ലിന്ന് നിങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ചത്? നിന്റെ കണ്ണ് കണ്ടപ്പോ. ചെറുപ്പത്തിൽ എൻ്റെ ചേച്ചി മരിച്ചപ്പോ എനിക്ക് വേണ്ടി കരഞ്ഞ ആ കണ്ണല്ലേ ഇത്? നീ ഒരു കവിത തന്നെ. എന്നുവെച്ചാ? കവിത എങ്ങനെ ഇരിക്കണം എന്നറിയാമോ നിനക്ക്? ഒന്ന് പറഞ്ഞേ. മലയാള പെൺമണികൾ ഉടുക്കും പോലെ മുണ്ടും നേരിയതും, മറാഠി പെൺമണികൾ ഉടുക്കാറുള്ള തിളക്കമാർന്ന ചേലയും, മിനുക്കമാർന്ന ചേല ചുറ്റുന്ന തമിഴ് പെൺകൊടികളെ പോലെയും കണ്ണും അഴകും മേനിയും കാതും എല്ലാം എനിക്കിഷ്ടം. പറഞ്ഞു വരുമ്പോ നീയും ഒരു അത്ഭുതകരമായ കവിതയാണ്. കവിത കൊണ്ട് ആളെ വീഴ്ത്തുവല്ലോ. എന്തൊക്കെ ചെയ്യാറുണ്ട്. ഈ കവിത എനിക്ക് വിട്ടുകളയാൻ പറ്റുമോ? എന്റെ അച്ഛൻ മുറിച്ചെറുക്കനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കാൻ തിരക്ക് കൂട്ടുക. നീ അടുത്ത ദേശത്ത് പഠിക്കാൻ പോയപ്പോൾ തന്നെ നിന്നെ ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുകയായിരുന്നു. ഇനി എനിക്ക് മറക്കാൻ കഴിയുമോ? എനിക്ക് സന്തോഷം കൊണ്ട് സഹിക്കാൻ വയ്യടാ. ആര് ചെയ്ത പുണ്യമോ എന്റെ താരകയുടെ കല്യാണം നിശ്ചയിച്ചടാ. എന്താ പെട്ടെന്ന് ഒരു കല്യാണ ചെറുക്കന്റെ ലക്ഷണമൊക്കെ തോന്നുന്നുണ്ടല്ലോ. കുറച്ചു നാളും കൂടെ ക്ഷമിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു 60-ാം കല്യാണം വരണം. കളിയാക്കരുത്. നീ ഒരു കാര്യം ചെയ്യണം. ഞങ്ങളുടെ കല്യാണം നീ മുന്നിൽ നിന്ന് വേണം നടത്തിത്തരാൻ. തകർത്ത് കളയാം നമുക്ക്. അയ്യേ, അതെല്ലാം കൺമുന്നിൽ വെച്ച് കഴിഞ്ഞാൽ നാണക്കേടായി. അതൊന്നും ശരിയാവത്തില്ല. നീ ഒരു കൗമാരപ്രായക്കാരനാണല്ലോ. നിന്റെ വരുംകാല ഭാര്യ എങ്ങനെ സന്തോഷിപ്പിക്കണമെന്ന് തീർച്ചയായിട്ടും സ്വപ്നം കാണുമെന്ന് എനിക്കറിയാം. അതിലൊരു 3 കാര്യങ്ങൾ നീ എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ അതുപോലെ തന്നെ അവളോട് പോയി പറഞ്ഞ് കാര്യങ്ങൾ സാധിച്ചെടുത്തേനെ. പറഞ്ഞു തരുവോ? എന്നാ വേറൊരു സംശയം ഞാൻ ചോദിക്കട്ടെ. ഈ ആദ്യ രാത്രിയില് ശാന്തി മുഹൂർത്തത്തിന് പാലും പഴമൊക്കെ വേണമല്ലേ? ചിരിക്കുന്ന എന്തിന്? പാലും പഴം ഉണ്ടാവണം. അത് ശരീരത്തിന് ബലം ഉണ്ടാവണം.
മംഗളം ഭവിക്കട്ടെ, മംഗളം ഭവിക്കട്ടെ. അങ്ങനെ എന്റെ താരകത്തിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടി. എന്റെ മഞ്ഞക്കിളി, ഈ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത്. താമരേ ചേട്ടാ, ചേട്ടാ, എന്താ ഇങ്ങനെ ഈ രാത്രി തേടുന്നേ? നിന്റെ അച്ഛന് പൂക്കച്ചവടം ഉണ്ടോ? എന്താ ചേട്ടാ അറിയാൻ മേലത്തെ പോലെ ചോദിക്കുന്നേ? കച്ചവടത്തിന് വെച്ചിരിക്കുന്ന പൂവെല്ലാം കൂടെ കൊണ്ടുവന്ന് ഇവിടെ മുഴുവനും കെട്ടിത്തൂക്കി ഇട്ടിട്ടുണ്ട്. ഇതൊരു മണിയറയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഏതോ പൂക്കടക്കകത്ത് കയറിയ പോലെ. അല്ലേട്ടാ, ഈ അന്വേഷണമൊക്കെ ഇപ്പൊ അത്യാവശ്യമാണോ? ഞാൻ ഈ മണിയറ അലങ്കരിച്ചത് എങ്ങനെയുണ്ട്? നിനക്ക് അഹങ്കാരം കുറച്ച് കൂടുതലാ. ഇത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഏടത്തി ഏടത്തി എന്ന് വിളിക്കരുതെന്നാ. ഇനി ഏടത്തി എന്ന് വിളിച്ചാലുണ്ടല്ലോ കൊന്ന് കുടിച്ചും കൂടി കളയും. എനിക്ക് മൂന്നാമതൊരു കൊച്ചുണ്ടാകുന്നത് വരെ എന്റെ മുഖത്ത് നോക്കി പോയി. അപ്പൊ നാലാമത്തെ ശേഷം പ്രശ്നമില്ലല്ലേ? ഇറങ്ങി പോടാ അങ്ങോട്ട്. മരുമകനെ, എന്തുണ്ടായി? എന്തുണ്ടായെന്നാ? എവനകത്ത് വന്നേ ഒരു കൊച്ചു പെണ്ണ് മണിയറയിൽ ഇരിക്കുമ്പോ അവൾ എന്തെങ്കിലും കണ്ട് പേടിച്ചാൽ ഞാൻ ആരോട് പോയി സമാധാനം പറയും? എടുത്തി വരട്ടെ, എടുത്തി അമ്മാവാ, അമ്മാവൻ അമ്മായിയെ കൊണ്ട് അങ്ങോട്ട് വയ്ക്കൂ. ഞാൻ നിങ്ങളുടെ മകൾ താരക സുന്ദരിയെ കൊണ്ട്. അയ്യോ, പൂച്ച കുറുകെ കടന്നു. എന്താ കുറുക്കെ? ഒരു പൂച്ചയല്ലേ പോയത്? ആരെ കണ്ടിട്ട് വിളിക്കുന്ന പോലെ? അതല്ല മരുമോനെ, ശാന്തി മുഹൂർത്തത്തിന് മുമ്പ് പൂച്ച കുറുകെ കടന്നു പോയാൽ വലിയൊരു അപശകുനമാണ്. ഇതങ്ങനെ വിടാൻ പാടില്ല. താരകെ വരൂ. അയ്യോ, പൂച്ച കുറുകെ ചാടിയപ്പോൾ എന്റെ ശാന്തി മുഹൂർത്തം കുളവായല്ലോ. ദൈവമേ, ദൈവമേ, പൂച്ച കുറുകെ ചാടിയ സമയത്ത് ശുക്രൻ നാലാമതിരിക്കേണ്ട ചൊവ്വ ഏഴാമതിരിക്കുന്നതും കൊണ്ട് എങ്ങനെ നോക്കിയാലും 3 ദിവസത്തേക്ക് ശാന്തി മുഹൂർത്തം പാടില്ല. 3 ദിവസോ? അച്ഛാ, അമ്മ, അച്ഛാ. ജോത്സ്യരെ, വേറെ വഴിയുണ്ടെന്ന് നോക്കിയാലും എന്റെ മരുമകനെ വലിയ ധൃതിയാണ്. ധൃതി കാണിക്കുന്ന പിന്നെ എന്ത് ചെയ്യും അച്ഛാ? എടോ, ഇപ്പൊ തന്നെ താനിങ്ങനെ വെപ്രാളപ്പെട്ടാൽ എങ്ങനെയാ? അപ്പൊ അവിടെ പോയി ഞാൻ പൊളിച്ചെടുക്കൂലേ? അല്ല, എല്ലാത്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടല്ലോ. ഇതിന് നിങ്ങളൊരു പരിഹാരം പറയുകയാണെങ്കിൽ ചടക്കെന്ന് പറഞ്ഞ് കേടായ വണ്ടിയായാലും ഓടിച്ചേനെ. പരിഹാരമല്ലേ? അതില്ല. മരുമകനെ, ശാന്തി മുഹൂർത്തം 3 ദിവസം കഴിഞ്ഞാവട്ടെ. ഒറ്റയടിക്ക് കിണറ്റിലെ വെള്ളം ആരും കൊണ്ടുപോവില്ല. ദാഹം തോന്നിയാൽ കിണറ്റിലിറങ്ങി ഒരു കുടം വെള്ളം കുടിക്കുന്നതിൽ തെറ്റുണ്ടോ താരക? എന്ത് ഒരു കുടോ? എത്ര ദാഹിച്ചാലും ഒരു കിണ്ടി പോലും എടുക്കാൻ പാടില്ല. അയ്യോ, ഇങ്ങനെ കൊണ്ട്. കുതിര മുമ്പോട്ട് നടക്കുന്നില്ല, എന്തോ കണ്ടു ഭയന്ന പോലെ നിൽക്കുകയാണ്. എന്ത് കണ്ടെന്നാ പറയുന്നത്? എന്താ കാര്യം മറുതീരാ? ഗ്രാമത്തലവൻ നമ്മളോട് പറഞ്ഞില്ലേ, കണ്ണിൽ കാണാൻ പറ്റാത്ത രീതിയിലുള്ള ആൾക്കാര് ഇവിടെ തന്നെ ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തവരാ. അവരെവിടെയൊക്കെയാ നിൽക്കുന്നെന്ന് അറിയില്ലല്ലോ. എന്തായാലും എല്ലാവരും തൊഴുതൊന്ന് പരിചയപ്പെട്ടേക്കാം. നമസ്കാരം ഉണ്ടേ അനിയാ, നമസ്കാരം. എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. എന്തുവാ? കണ്ണിൽ പെടാത്ത ഒരു തുണി കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ കാണണമെന്ന് വിചാരിച്ച് തുണിയെല്ലാം അടിച്ചു വെച്ചിട്ടായിരിക്കും അവർ കിടന്ന് കറങ്ങുന്നത്. അങ്ങനെയെങ്കിൽ പെണ്ണുങ്ങളൊക്കെ എങ്ങനെ? ആരെയാണ് നോക്കുന്നത്? വേതാളം, നിങ്ങൾ ഇവിടെ വന്ന് കുടുങ്ങിയല്ലേ ഞങ്ങളെ രാജാവിന്റെ അടുത്ത്? അമ്പയ്യോ, ഇനിയും തൊടുക്കൂ. ഇപ്പൊ ഞാൻ അമ്പ വിടുന്നത് കണ്ടോ? വേണ്ട, ഞാനെന്തിനാ ഇവിടെ ഇരിക്കുന്നേ? ലക്ഷ്യം വെച്ചത് ശരിയാ, പക്ഷെ കൊണ്ടില്ല. കിട്ടി കിട്ടി കിട്ടി. ഒന്ന് വേഗം വലിച്ചോണ്ട് പോവേ. മുക്കി മുക്കി. ഇനി നമുക്ക് ക്ഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ നാശമാക്കാൻ വന്ന 3 വേതാളങ്ങളെയും സംസാരിക്കുന്ന പക്ഷിയെയും വിഷച്ചിലന്തിയെ കൊണ്ട് കടിപ്പിക്കാൻ ഞാൻ ഉത്തരവിടുന്നു.
അച്ഛൻ ഒന്ന് നിർത്തിക്കേ. ആ വേതാളത്തിന്റെ കണ്ണ് കണ്ട അച്ഛൻ പറയുന്ന പോലെ ഒന്നും തോന്നുന്നില്ല. ഓഹോ, എന്താ ഏതെന്ന് അറിഞ്ഞിട്ട് നമുക്ക് ശിക്ഷ കൊടുത്ത പോരെ? ആ കറക്കുന്നത് നിർത്ത്. ആ വേതാളത്തിന്റെ വായിലിരിക്കുന്നത് എടുക്കോ. കുള്ളന്മാരുടെ മഹാരാജൻ, ഞങ്ങൾ വേതാളങ്ങളല്ല. വേതാളങ്ങളെപ്പോലെ വേഷമണിഞ്ഞിരിക്കുന്ന സാധാരണ മനുഷ്യരാണ്. ഞങ്ങൾ വൈരനെല്ലൂരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ കാമുകിയായ പവിഴമല്ലിയെ വേതാളങ്ങൾ കൊണ്ടുപോയിരിക്കുകയാണ്. ഇതെന്തൊരു കഷ്ടമാ. അവളെ രക്ഷിക്കാൻ വേണ്ടിയും ഞങ്ങളുടെ നാട് രക്ഷിക്കാൻ വേണ്ടിയുമാണ് ഈ വേഷം അണിഞ്ഞുകൊണ്ട് വേതാളക്കോട്ട തേടി പോകുന്നത്. അങ്ങനെയാണോ? വീരനെ, അവന്റെ പല്ലൊന്ന് ഇളക്കി നോക്കിക്കേ. നല്ല കാര്യം. പാവങ്ങളെ ഇപ്പൊ കൊന്നുകളഞ്ഞേനെ. ആദ്യം തന്നെ ആ 3 പേരുടെയും കെട്ടഴിച്ചേ. സഭാഷ് മകളെ, രൂപത്തിന് പറ്റിയ ബുദ്ധി. കടുകിന്റെ അത്രേ ഉള്ളൂ, നാക്ക് കണ്ടില്ലേ? ഞാനാണ് കുള്ളന്മാരുടെ രാജാവ്, കൊക്കൈ ന്യൂട്ടൻ.